Morning. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് വിംബിൾ അക്കാദമിയിലെ മെഡിറ്റേഷൻ ട്രെയിനറായ നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി മാം ആണ്. മാമിനെ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. Good morning, all. Good morning, ma'am. Good morning, Ella. Good morning, ma'am. സുഖല്ലേ എല്ലാവർക്കും? സ്റ്റാർട്ട് ചെയ്യാല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്ന് നിങ്ങളോട് കുറച്ച് സമയത്തേക്ക് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് become unstoppable. How to become unstoppable from zero to endless opportunities. How we can also become like that. അല്ലേ? എന്താണ് ഈ അൺസ്റ്റോപ്പബിൾ ആകുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥാക്കുന്നത്? വാട്ട് ആക്ച്വലി ഇറ്റ് മീൻസ്? നിങ്ങളുടെ ഐഡിയ ഒന്ന് പറഞ്ഞേ. വാട്ട് യു മീൻ ബൈ അൺസ്റ്റോപ്പബിൾ? എന്താ ഉദ്ദേശിക്കുന്നേ? ഒന്ന് ഷോർട്ടായിട്ട് പറയാവോ? Whatever possible, keep contributing in our life. ഓക്കെ, കറക്റ്റ്. പിന്നെയോ? എവിടെയും സ്റ്റോപ്പ് ആവാതെ മുന്നോട്ട് പോകാം. യെസ്, എക്സാക്ട്ലി. അപ്പോ നമ്മുടെ ലൈഫിൽ ദ റിയൽ മാസ്റ്റേഴ്സ് ആയി, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അൺസ്റ്റോപ്പബിൾ ആയി, ഷെയ്ക്ക് ചെയ്യാതെ ആ ഒരു പവറോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? ആ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മോർണിംഗ് അവേഴ്സിൽ ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള, അല്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു സമയം ഇപ്പൊ എത്ര പേരുണ്ട്? 29 അല്ലേ? എനിവേ, ഇത്രയും പേര് ഒരേ എനർജിയോടെ ഈ ഒരു സമയത്ത് ഇവിടെ ആയിരിക്കുന്നതിന്റെ ഉദ്ദേശവും നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മളെ തന്നെ അതുപോലെ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണോ എല്ലാവരും? യെസ് യെസ്, അതെ മാം, തീർച്ചയായും. Yes, So, ma'am. അപ്പൊ ഈ ഒരു പവർ അല്ലെങ്കിൽ അൺസ്റ്റോപ്പബിൾ ആകുക എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യുക അല്ലെ എല്ലാത്തിനെയും ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പകരം എന്താണ് അതിന്റെ ആക്ച്വൽ മീനിങ്? become unstoppable means aligning your inner energy with emotional mastery. When your mind is calm, നമ്മുടെ മനസ്സിനെ നമുക്ക് കൂൾ ചെയ്ത് അല്ലെങ്കിൽ കാം ആക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ ആയിരുന്നു അല്ലെ? നമ്മുടെ മനസ്സിനെ നമുക്ക് ശാന്തമാക്കി കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ യുവർ ഹാർട്ട് ഈസ് ബിക്കം സ്റ്റഡി. നമ്മുടെ ഹൃദയ വികാരങ്ങൾ എന്ന് പറയും എന്താകും എന്നാ പറയുന്നത്? ഇറ്റ് ഓൾസോ ബിക്കം ബാലൻസ്ഡ്. നമ്മളെ മനസ്സ് കാമായിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ ഒരു ആന്തരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് യുവർ ആക്ഷൻസ് ആർ കോൺഷ്യസ്. ബോധത്തോട് കൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. And nothing can shake. That's actually mean by our unstoppable എന്ന് പറയുന്നത്. എന്താണ്? ആ ഒരു അവസ്ഥയിൽ our mind will become calm. So our heart also become steady and our actions become conscious and nothing will shake us. After നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് പിന്നീട് when you really understand what actually it means, എന്താണ് അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി പിന്നീട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇതുവരെ കണ്ട ആ ഒരു രീതിയിൽ കാണില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് 8 laws
that help you also to become that unstoppable person. Okay? 8 power laws. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് ഒന്നും കൂടി നമുക്ക് റിമൈൻഡ് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ 100% ഷുവർ ഇഫ് നമ്മൾ അത് ആപ്ലിക്കബിൾ ചെയ്യാണ്, നമ്മളെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യില്ല, മുന്നേ ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തെ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ല. ഓക്കെ? സോ ദ ഫസ്റ്റ് ലോ, the first power law that help you to become unstoppable. The first one, fuel your morning. എന്താണ്? Fuel your morning. What you feed your body and mind in the first hours become the energy that drives you entire day, throughout the day. രാവിലെ, അതായത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മണിക്കൂറുകളിൽ നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്നത്, അതായിരിക്കും ആ ദിവസത്തെ ഉടനീളം നമ്മളെ കൊണ്ടുപോകുന്ന എനർജി എന്ന് പറയാം. അപ്പോ നമുക്കറിയാം 2 രീതിയിൽ ഉണർന്ന് കാര്യങ്ങളിലേക്ക്, നമ്മുടെ പ്രഭാതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീസിലേക്ക് കടക്കുന്ന ആളുകളുണ്ട്. 2 രീതിയിലുള്ളത്. 2 രീതിയിൽ ഏതൊക്കെയാ അത്? രണ്ട് രീതിയിലാണ് നമ്മൾ മോർണിംഗിനെ അപ്രോച്ച് ചെയ്യുന്നത്. 2 തരത്തിൽ. ഏതൊക്കെയാ പറയാവോ? ഒന്ന് എനർജിയോടും മറ്റേത് മടിയോടും കൂടിയാണ്. അതായത് ഒന്ന് വളരെ സ്ലോ ആയി, വളരെ ഒരു റിഥമെറ്റിക്കൽ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മറ്റേതോ ഹറിബറി ആയിട്ട്, അല്ലെ? ഇതിൽ 2 നമുക്ക് ഓപ്ഷൻ ആണ്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോ ഈ ഹറിബറി ആയിട്ട് തുടങ്ങുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് 8 മണിക്കാണ് ഓഫീസിൽ എത്തേണ്ടത് എന്ന് വിചാരിക്കാം. നമുക്ക് കിച്ചണിൽ ഡ്യൂട്ടി ഉണ്ടാവില്ല, പല കാര്യങ്ങൾ ഉണ്ടാവും. എന്നാ എഴുന്നേക്കുന്നത് തൊട്ട് നമ്മൾ ഒരു ഓട്ടപ്പാച്ചലിലായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ ഇനിയിപ്പോ ഡ്യൂട്ടി ഒന്നുമില്ല, വേറെ പണിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ എഴുന്നേക്കുന്നത് പോകുന്നതിന് കുറച്ച് മുന്നേ. നമുക്കറിയാലോ എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ടൈം ഷെഡ്യൂൾ ഇരിക്കുന്നതെന്നുള്ളത്, അല്ലേ? ഇനി മറ്റൊരു കേസിലോ വളരെ സ്ലോ ആയി, വളരെ റിഥമെറ്റിക്കലായി, കാമായിട്ട് തുടങ്ങുന്ന കുറച്ച് പേര്. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്ലോ മോർണിംഗ് നമ്മളെ വളരെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ഒരിക്കലും നമ്മൾ ലേസി ആയി ഇങ്ങനെ സമയമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയല്ല. പകരം എന്താണ്, നമ്മുടെ ആ ഒരു ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ഹവേഴ്സിനെ എത്ര വാല്യുബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും എൻറ്റയർ എനർജി എന്നുള്ളതാണ്. അപ്പോ ഈ സക്സസ്ഫുൾ പീപ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ അൺസ്റ്റോപ്പബിൾ പേഴ്സൺസ്, ഹൗ ദേ യൂസ് ദർ മോർണിംഗ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മളെ വിംബിൾ ആൽക്കമിസ്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോർണിംഗ് റിച്വൽ ഉണ്ട്. അതായത് മോർണിംഗ് നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇനീഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഫ്യൂവൽ യുവർ മോർണിംഗ് എന്നുള്ളതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ദ ഫസ്റ്റ് വൺ ഒന്ന് പറയാവോ? നമ്മുടെ വിംബിൾ ആൽക്കമിസ്റ്റിലുള്ള ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഫസ്റ്റ് എഴുന്നേറ്റ് പാട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തായിരുന്നു? ആർക്ക് പറയാം? വാട്ടർ ക്ലെൻസിങ്. യെസ്, വാട്ടർ ക്ലെൻസിങ്. എന്തായിരുന്നു അതിൽ എന്ന് ചോദിച്ചാൽ, ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് സെറ്റ് എൻ ഇന്റൻഷൻ. ഇന്റൻഷൻ ഇതാണ്: ദിസ് വാട്ടർ നറിഷ് ഈച്ച് ആൻഡ് എവറി സെൽസ് ഓഫ് മൈ ബോഡി. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, കേൾക്കുമ്പോൾ സിമ്പിൾ ആണ് അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, നമ്മളൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നു, നമ്മളത് കുടിക്കുന്നു. സിമ്പിൾ. പക്ഷെ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, നമ്മളൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുകയാണ് അല്ലേ? ആദ്യം തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞു നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇന്റൻഷൻ എന്താണ്? ഞാൻ ഈ എടുക്കാൻ പോകുന്ന വെള്ളം അല്ലേ, അത് നമ്മള് ബോഡീനെ നറിഷ് ചെയ്യുന്നു എന്നുള്ളൊരു
പ്രോപ്പർ ഇന്റൻഷൻ കൊടുക്കുകയാണ്. ഈ ഇന്റൻഷൻ എന്താവുന്നു? നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നു. അവിടെ ഒരു സപ്പോർട്ടിങ് അല്ലെ, നമ്മുടെ എൻറ്റയർ ക്ലെൻസിങ്ങിന് വേണ്ട ഒരു സപ്പോർട്ടിങ് അവിടെ എൻഹാൻസ് ചെയ്യാണ് ആ ഒരു ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇന്റൻഷൻ കൊടുത്ത് നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് ഒരു അലേർട്ട്നെസ് കിട്ടുകയാണ്. എന്താണ്? സംതിങ്, എന്തോ ഒന്ന് നമ്മൾ ക്ലെൻസ് ചെയ്യാണ് അല്ലെ. സോ ആ ഒരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുക. അതുപോലെ നമ്മൾ ലോങ് അവേഴ്സ് സ്ലീപ്പ് കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. അപ്പോൾ ബോഡിക്ക് ഒരു ഹൈഡ്രേഷൻ കിട്ടുക, സെല്ലുലാർ ഹൈഡ്രേഷൻ എന്ന് പറയും. അപ്പോൾ സെല്ലുലാർ ഹൈഡ്രേഷൻ നമുക്ക് കിട്ടുന്നു. അതുപോലെ ബോഡി നന്നായിട്ടൊന്ന് റിഫ്രഷ് ആകുന്നു അല്ലെ. ആ ഒരു പ്രാക്ടീസ് ചെയ്തവർക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തിങ് എന്താണ്? വാട്ടർ ക്ലെൻസിങ്. ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് തിങ് യു വോണ്ട് ടു ഡു ഇസ് ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് സെറ്റ് എൻ ഇന്റൻഷൻ. എന്താണ്? ഈ ഒരു ഗ്ലാസ്സിലുള്ള ഓരോ മോളിക്യൂൾസ് ഓഫ് വാട്ടർ എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഡീപ്പായിട്ട് നറിഷ് ചെയ്യുന്നു എന്ന് ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് കുടിക്കുക. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് തിങ്, ബ്രെത്ത് വർക്ക്. പ്രാണ ഈസ് ലൈഫ് ഫോഴ്സ് ആൻഡ് ബ്രീത്ത് ഈസ് ദ സ്റ്റിയറിംഗ് വീൽ. എന്താണ് പറഞ്ഞതിനർത്ഥം? നമുക്കറിയാം അല്ലെ, ശ്വാസം എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നു അല്ലെ, ജീവനോടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോ രാവിലെ നമ്മൾ നമ്മുടെ ആ ഒരു പ്രാണിക് എനർജി വളരെ സ്ലോ ആയിട്ട് റിഥമെറ്റിക്കൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ആ സമയം കൃത്യമായിട്ട് നമ്മൾ ആ ബ്രീത്തിനെ യൂസ് ചെയ്യുമ്പോൾ, ലൈക്ക് നമ്മളൊരു ട്രിപ്പിന് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാറില്ലേ അല്ലെ. ലൈക്ക് നമ്മുടെ എൻറ്റയർ ഡേയിലേക്ക് തിരക്ക് പിടിച്ച ആ ഒരു സമയങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? ഫില്ല് ചെയ്യാണ്. എന്താണ്? നമ്മുടെ ആ ഒരു എനർജി കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം സാധാരണയായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ബ്രെത്ത് മോർണിംഗ് അവേഴ്സിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ബ്രെത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ നേസൽ ബ്രീത്ത്. റിഥമെറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു നേസൽ ബ്രീത്ത് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഓൾട്ടർനേറ്റീവ് നോസ്ട്രിൽ. തേർഡ് വൺ ഉജ്ജയ് ഓർ ഹമ്മിങ് ബ്രെത്ത്. ഫോർത്ത് വൺ ഹാർട്ട് കൊഹറൻസ് ബ്രീത്ത് ഓർ ബോക്സ് ബ്രീത്തിങ്. ഫിഫ്ത്ത് വൺ സ്ലോ ബെല്ലി ബ്രെത്ത്. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ആദ്യം നമ്മൾ വാട്ടർ ക്ലെൻസിങ് ചെയ്തു. അതിനുശേഷം ചെയ്യുന്ന കാര്യം എന്താണ്? ബ്രെത്ത് വർക്കാണ്. എന്തിനത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇറ്റ്സ് അവർ ഫ്യൂവൽ. ത്രൂ ഔട്ട് ഡേയിൽ എനർജറ്റിക് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഫില്ല് ചെയ്യാണ്. ഓരോ ഏരിയയിൽ ഇപ്പോൾ നേസൽ ബ്രീത്ത് ആണെങ്കിൽ ആ ഒരു റിഥമെറ്റിക്കലായിട്ട് നമ്മൾ ആ ഒരു നേസൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് നോസ്ട്രിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാനും. ഉജ്ജയ് ഈസ് റിലേറ്റഡ് ടു യുവർ ത്രോട്ട്. ദെൻ ഹാർട്ട് കോഹറൻസ് ഈസ് റിലേറ്റഡ് ടു യുവർ ചെസ്റ്റ്. ദെൻ ബെല്ലി. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു പ്രാണ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ദ സെക്കൻഡ് വൺ ബ്രെത്ത് വർക്ക്. തേർഡ് വൺ മെഡിറ്റേഷൻ. ഓൾറെഡി നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. മെഡിറ്റേഷൻ നമുക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഒരാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ മറ്റൊരാൾക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്രിഫർ ചെയ്യാം. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, വെരി ഇമ്പോർട്ടൻറ്റ്. എവറി ഡേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഇഷ്ടത്തോടെ ചെയ്തിരിക്കണം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ്. അറ്റ്ലീസ്റ്റ് 3 things ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതപ്പെടുന്ന ബ്ലെസ്സിങ്സിൽ 3 എണ്ണത്തിന് അറ്റ്ലീസ്റ്റ് 3 ഒരു ദിവസം നന്ദി പറയാനായിട്ട് ശ്രമിക്കാം. ദ ഫോർത്ത് വൺ, ഫുൾ ബോഡി ടാപ്പിംഗ്. ടാപ്പിംഗ് നമുക്ക് നമ്മുടെ ഒരു പ്രഷർ പോയിന്റിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ എനർജി സർക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ബ്ലോക്സ് റിലീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. മെയിൻലി പറയുന്ന കാര്യം ചില ഇന്റൻഷൻ കൊടുത്തിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ അഫർമേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം?
നമ്മുടെ പെർട്ടിക്കുലർ ബോഡിയിൽ പ്രഷർ പോയിന്റ്സിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. മോസ്റ്റ്ലി ഞാൻ പറയുന്ന ചില പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ടോപ്പ് ഓഫ് ദ ഹെഡ്, ദെൻ നമ്മുടെ ഷോൾഡേഴ്സിന്റെ ടിപ്പില്, ആംപിറ്റ്, ചെസ്റ്റ്, സ്പ്ലീൻ, എൽബോ, അബ്ഡോമിൻ, ഹിപ്പ്, പെൽവിക്. ഇത്രയും ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അഫർമേഷൻസ് കേട്ടിട്ടുണ്ടാവില്ലേ? അഫർമേഷൻ യൂസ് ചെയ്യുന്നവരല്ലേ എല്ലാവരും? യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറില്ലേ? യെസ് മാം. യെസ്. അപ്പോൾ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഇന്റൻഷൻ കൊടുക്കുന്നു, നമ്മുടെ ബ്രെയിനിന് ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രഷർ പോയിന്റിൽ ടാപ്പ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഇമോഷണൽ റിലീസിന് വളരെ ഹെൽപ്ഫുള്ളും കൂടിയാണ്. സോ ഫുൾ ബോഡി ടാപ്പിംഗ് എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു? വാട്ടർ ക്ലെൻസിങ്, ബ്രെത്ത് വർക്ക്, മെഡിറ്റേഷൻ, ഫുൾ ബോഡി ടാപ്പിംഗ്. ദെൻ നെക്സ്റ്റ് എന്താ നമുക്ക് പറയാൻ പറ്റുക? ലൈറ്റ് ആയിട്ട് നമ്മൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, ചെറിയൊരു വാമപ്പ്. അത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണോ, നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് മാത്രം മോർണിംഗിൽ ചെയ്യാം. ഒന്ന് ബോഡി വാമപ്പ് ചെയ്യാം, നടക്കാൻ പോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോഡി സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക രാവിലെ തന്നെ. ഓക്കെ, ഹറിബറി ആയിട്ട് നമ്മൾ കിച്ചണിൽ പോയി വർക്ക് ചെയ്യുന്നതും ഈ പറയുന്ന പോലെ സ്ലോ റിഥമെറ്റിക്കലായിട്ട് ബോഡി സ്ട്രെച്ചിങ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ ഫസ്റ്റ്ലി ഇത്രയും കാര്യങ്ങൾക്ക് സമയം കണ്ടുപിടിക്കുക എന്നുള്ളത് ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. സമയം ഇല്ല എന്നുള്ളത് ദാറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അവേഴ്സിൽ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ബാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഫ്യൂവൽ യുവർ മോർണിംഗ്. യു ക്യാൻ പ്രാക്ടീസ് ദീസ് തിങ്സ് ടു ഫ്യൂവൽ യുവർ എനർജി. ഓർ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പവർ ലോ ദാറ്റ് ഹെൽപ്പ് യു ടു ബിക്കം അൺസ്റ്റോപ്പബിൾ ഇസ്, ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഫ്യൂവൽ യുവർ മോർണിംഗ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒബ്സർവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ്. എന്താണ്? ആദ്യം നിങ്ങൾ മോർണിംഗ് അവേഴ്സ് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. രണ്ടാമത് നിങ്ങളോട് പറയുന്ന കാര്യം എന്താണ്? ഒബ്സർവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ്. സ്റ്റോപ്പ് റിയാക്ടിങ് ടു എവ്രിതിങ്. ഒബ്സർവ് ഇറ്റ്. Reaction is an automatic habit of mind, but observation is a conscious choice of power. എന്താ പറഞ്ഞത്? റിയാക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ, കണ്ടതിനോടും സംസാരത്തിനോടും വാക്കുകളോടും സിറ്റുവേഷനോടും ഒക്കെ റിയാക്ട് ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷേ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് പവർ. അപ്പം നമ്മൾ ഒരു പവർഫുൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആയി മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളും എന്ത് എക്വയർ ചെയ്തിരിക്കണം? ആ ഒരു പവർ കോൺഷ്യസ്ലി, ആ ചോയ്സ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കണം. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, വി ക്യാൻ സേവ് അവർ എനർജി, റൈറ്റ്? ഇറ്റ്സ് വെരി പ്രഷ്യസ്. നമ്മുടെ എനർജി എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണല്ലേ? നമുക്കറിയാം, രാവിലെ വളരെ ഹറിയായിട്ട് പാസ് ചെയ്യുന്നു, അതുപോലെ എല്ലാ കാര്യത്തിനോടും ആർഗ്യൂ ചെയ്ത് എല്ലാ കാര്യത്തിനോടും റിയാക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ലെവൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനർജി ഇല്ലാത്തൊരവസ്ഥയാണ്. സോ വി ക്യാൻ സേ എനർജി ലീക്ക് ആയി പോകുന്നു എന്ന് പറയാം, അല്ലേ? വെൻ എ പേഴ്സൺ റിയാക്ട് ടു എവ്രി വേർഡ്, എവ്രി സിറ്റുവേഷൻ, ടു എവ്രി പ്രോബ്ലംസ്, എന്താണ്? എനർജി സ്റ്റാർട്ടഡ് ടു ലീക്ക്. നമ്മുടെ ഇമോഷൻസിനെ ഹൈജാക്ക് ചെയ്യുക എന്നൊക്കെ പറയും, ഒരു ഓവർ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയും. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ഫോക്കസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കില്ല, ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി എന്താവുന്നു? സ്കാറ്റേർഡ് ആവുന്നു, അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ലൈഫിൽ പലപ്പോൾ ചോദിക്കും, ഒന്നിനോട് റിയാക്ട് ചെയ്യണ്ടേ? എല്ലാം സംഭവിക്കുന്നത് അല്ല, എന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ പോയാ മതിയോ എന്നൊരു സംശയം വരും, അല്ലെ? സംശയം ഉണ്ടോ? അങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യാതിരുന്നാൽ ശരിയാവോ എന്ന് സംശയം ഉണ്ടോ?
സംശയമുണ്ടോ? അപ്പോ ഞാൻ ഈ ഒരു മെഡിറ്റേഷനിലൊക്കെ വന്നതിന് ശേഷം ഇപ്പൊ പല സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഈ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോട് ഒന്നും റിയാക്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ ഇവിടുത്തെ പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണ്? ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഹേറ്റ് പീപ്പിൾസ്. ഐ എം ബിസി വിത്ത് മൈസെൽഫ്. അല്ലെ? എനിക്ക് എന്തിനു സമയമില്ല മറ്റുള്ളവരെ ഹേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ബുദ്ധിമുട്ടായിട്ട് സംസാരിക്കാനോ ഒന്നും സമയമില്ല. ബിക്കോസ് ഐ എം ബിസി വിത്ത് മൈസെൽഫ്. അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വാല്യുബിൾ. നോട്ട് എവറിഥിങ് ഡിസേർവ് യുവർ റെസ്പോൺസ്. നോട്ട് എവറി ഒപ്പീനിയൻ ഡിസേർവ്സ് യുവർ presence, or not every situation deserve your reaction, because my energy is very precious. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കാനുണ്ട്. സോ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ എന്തില്ല? എനർജി ഇല്ല. നമ്മുടെ ഗ്രോത്തിന് അത് ആവശ്യമില്ലേ? ദർ ഇസ് നോ നീഡ്. അപ്പോ ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണ് മാം. യെസ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത്, ഇപ്പൊ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒബ്സർവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ്. തേർഡ് വൺ, ലിസൺ ഇൻസ്റ്റെഡ് ഓഫ് ഇന്ററപ്റ്റ്. The third power law to become unstoppable is listen instead of interrupt. Let others talk. If you interrupt, you miss the chance to understand their intention completely. അല്ലേ? നമ്മൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ആർഗ്യുമെന്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനിടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ അവരെന്താ പറയാൻ ഉദ്ദേശിച്ചത്, അവരുടെ പ്രോപ്പർ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് കേൾക്കാൻ അല്ലെങ്കിൽ അത് നമുക്ക് മിസ്സായി പോകും. അല്ലേ? അതാണ് ആ പറഞ്ഞതിന് മെയിനായിട്ട് അർത്ഥം എന്ന് പറയുന്നത്. സോ ലിസണിങ് ഗിവ്സ് യു പവർ. യു ക്യാൻ റീഡ് ദെയർ ഇന്റൻഷൻ. അല്ലേ? നമുക്ക് അവരുടെ ഇമോഷൻസ് വായിക്കാൻ പറ്റും, അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ? അതൊരു പവറാണ്. കൃത്യമായി അവരെന്താണോ പറയുന്നത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ലിസൺ ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ആ ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺസിന്റെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു പവർഫുൾ പേഴ്സൺസിന്റെ ഒരു ക്യാരക്ടർ ആണ് എന്ത്? ദേ ആർ വെൽ ഒബ്സർവ്ഡ് പേഴ്സൺ. അതേപോലെ തന്നെ എന്തായിരിക്കും? ലിസണിങ്. ദാറ്റ് ഇസ് ദ പവർ. ഓക്കെ? ഒരു വൈസ്മാൻ തിയറി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചൂസ് യുവർ ബാറ്റിൽ വൈസ്ലി എന്ന് പറയും. അതിൽ എന്താണെന്ന് വെച്ചാൽ, ബിഫോർ യു ആർഗ്യൂ വിത്ത് സംവൺ, പോസ് ആൻഡ് ആസ്ക് യുവർ സെൽഫ്, ഡസ് ദിസ് പേഴ്സൺ ഹാവ് ദ മെന്റൽ മെച്യൂരിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആക്ച്വലി വോണ്ട് ടു കൺവേ. ഞാൻ എന്താണോ അവിടെ പറയാൻ പോകുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. അതർവൈസ് സിബിറ്റ് യുവർ മൗത്ത് എന്ന് പറയും. അതിനർത്ഥം എന്താണ്? എല്ലാവരും ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യം എല്ലാവരും ആ ഒരു ട്രൂത്ത് അഡാപ്റ്റ് ചെയ്തോളണമെന്നില്ല. അതുപോലെ നോട്ട് എവ്രി വൺ ഈസ് ഓപ്പൺ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്നുമില്ല. അതുപോലെ തന്നെ നോട്ട് എവ്രി വൺ ഡിസേർവ്സ് യുവർ എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. വിസ്ഡം നോസ് വെൻ ടു സ്പീക്ക്. വിസ്ഡം നോസ് when to speak. Power knows when to stay silent. Wisdom knows when to speak. Power knows when to stay silent. അപ്പോ നമുക്ക് ആ രീതിയിൽ എനർജി സേവ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറണമെങ്കിൽ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ലിസൺ കെയർഫുള്ളി, അണ്ടർസ്റ്റാൻഡ് ദ ഇന്റൻഷൻ ആൻഡ് pose yourself, ask yourself,
ഇവിടെ ഞാൻ സൈലന്റ് ആയിരിക്കണോ അതോ സംസാരിക്കണോ എന്നുള്ളത്. ബിക്കോസ് വിസ്ഡം നോസ് വെൻ ടു സ്പീക്ക്. ഗോട്ട് ഇറ്റ്? മൂന്നാമത്തെ പോയിന്റ് കിട്ടിയോ? ഓക്കെ അല്ലേ? മൂവ് ചെയ്തോട്ടെ. Yes, ഓക്കെയാണ് മാം. യെസ്. അടുത്തത് സ്റ്റേ കാം ഇൻ ട്രബിൾസ്. എന്താണ് നാലാമത്തെ ലോ? എന്താണ്? സ്റ്റേ കാം ഇൻ ട്രബിൾസ്. ബുദ്ധിമുട്ടുകളിൽ ശാന്തത പാലിക്കുക. കുറച്ച് കട്ടിയാണല്ലേ? കാംനെസ് എന്ന് പറയുന്നത് വീക്ക്നെസ് അല്ല, പകരം എന്താണ്? അതൊരു പവറാണ്. ഈ പറഞ്ഞതുപോലെ കാമായി ഇരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുക എന്ന് പറയുന്നത് അല്ലെ. സത്യത്തില് നമുക്ക് നടക്കുന്ന ആ പ്രോബ്ലംസോ ട്രബിൾസോ ഒന്നുമല്ല നമ്മളെ പ്രശ്നത്തിലാക്കുന്നത്. പകരം എന്താണ്? നിയന്ത്രണം ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആള് വരാനുണ്ട്. ആരാത്? സിറ്റുവേഷൻസ് മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നിയന്ത്രണമില്ലാതെ പുറത്തേക്ക് വരുന്ന ഒരാളാരാ? ഇമോഷൻ. എന്താണത്? അതെ, ഇമോഷൻ. ആ പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ട്രബിൾസിലാക്കുന്നത് അല്ലെ ശരിക്കും. അപ്പോ ഇമോഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു പേഴ്സൺ കാമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവർക്ക് കാമായിട്ട് നിൽക്കാൻ സാധിച്ചാൽ ആ എൻറ്റയർ അറ്റ്മോസ്ഫിയറിനെ ഷിഫ്റ്റ് ചെയ്യാൻ അയാളെ കൊണ്ട് സാധിക്കും. പറ്റില്ലേ? അതേസമയം അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്നതിന് അതേപോലെ സംസാരിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ലാതാവും അല്ലെ. അപ്പോ ആ അറ്റ്മോസ്ഫിയറിനെ മാറ്റാൻ, കാരണം നമുക്കറിയാം എനർജി ഈസ് വെരി പ്രഷ്യസ്. എൻ്റെ എനർജി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് ഒരുപാട് മറ്റു കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതിവിടെ കൊണ്ടുപോയി ലീക്ക് ചെയ്ത് കൊടുക്കാനുള്ളതല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കാമായിട്ട് നിൽക്കുന്നു. ഓക്കെ. അപ്പോ അൺസ്റ്റോപ്പബിൾ ആയി മാറണമെങ്കിൽ എന്ത് സേവ് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, എവ്രിതിങ് ഈസ് എനർജി. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളിലും ആ വാക്കിനനുസരിച്ച്, ആ ഇമോഷൻസിനനുസരിച്ച്, തോട്ട്സിനനുസരിച്ച് നിങ്ങളുടെ എനർജി കൂടുന്നുണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ലൂസ് ആവുന്നുണ്ട്. സോ എവറിത്തിങ് ഇസ് എനർജി. ഓക്കെ. അപ്പോ സ്റ്റേ കാം ഇൻ ട്രബിൾസ്. Then the fifth one, very important when you want to become success or unstoppable. Fifth one is very important. Keep your goal secret. എന്താണ്? Keep your goal secret. Success speak louder. If you decided to buy a property, zip it to your mouth. If you decided to buy a car, a new car, zip it to your mouth. If you want to start a new venture or business, something, then also zip it to your mouth. Okay? Appo, keep your goal always secret. Because not everyone like your success. So, നമ്മുടെ ഗോൾ അണ്ടിൽ നമ്മൾ സക്സസ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? കീപ് യുവർ ഗോൾ സീക്രറ്റ്. സക്സസ് വിൽ ടോക്ക് അല്ലേ? അപ്പൊ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് അടുത്തൊരു ലോ എന്താണ്? നമ്മുടെ ഗോൾസിനെ സീക്രട്ട് ആയി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ഇൻ സൈലൻസ്. കാരണം വിസ്ഡം അല്ലെങ്കിൽ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് ഒക്കെ എവിടെയായിരിക്കണം? സൈലൻസിലായിരിക്കണം. ഓക്കെ. ആൻഡ് ദ സിക്സ്ത് വൺ. ഈ 5 പോയിന്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? The sixth one, don't beg for attention. When you chase attention, you lose respect. When you stand grounding, attention comes naturally. അപ്പൊ എന്താണ് അടുത്തൊരു ലോ എന്ന് പറയുന്നത്? Don't beg for attention. അത് ഫാമിലിയിലാണെങ്കിലും ശരി, ഫ്രം യുവർ പാർട്ട്ണർ, വാട്ട് എവർ ഇറ്റ് ഈസ്, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ വർക്കൗട്ട് ചെയ്യുന്ന സമയങ്ങളിലൊന്നും നമുക്ക് ഈ പറയുന്ന അറ്റൻഷനോ
ആ ഒരു കൺസിഡറേഷനോ അല്ലെങ്കിൽ സപ്പോർട്ടോ കിട്ടിക്കൊള്ളണമെന്നില്ല. ബട്ട് അവിടെയല്ല യഥാർത്ഥത്തിൽ അറ്റൻഷൻ നമുക്ക് ആവശ്യമുള്ളത്. അത് നാച്ചുറലി നമ്മളിലേക്ക് വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. സോ ഞാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, ബട്ട് ആരും അത് കൺസിഡർ ചെയ്യുന്നില്ല. നോ നീഡ്. അണ്ടിൽ യു വിൻ എന്ത് ചെയ്യണ്ട, അതിനെപ്പറ്റി ബോധേഡ് ആകണ്ട എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. വെൻ യു നിങ്ങൾ എത്തേണ്ട ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് അറ്റൻഷൻ കംസ് നാച്ചുറലി. ഓക്കെ, സോ the sixth one, don't beg for attention. The seventh one, very important, respect your time. Every single second is precious. Use it wisely. നമ്മൾ പറയാലോ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. എന്താണ് ഈ പെർഫെക്റ്റ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമയമായിട്ടില്ല, തുടങ്ങാൻ സമയമായിട്ടില്ല അല്ലെ? വാട്ട് ആക്ച്വലി മീൻ ബൈ ദിസ് പെർഫെക്റ്റ് ടൈം? അങ്ങനെ ഒരു സമയമുണ്ടോ എല്ലാം ശരിയായിട്ട് നമുക്ക് തുടങ്ങാം? അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം വരുമോ? ഇഫ് യു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് നൗ, ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം. ഇപ്പൊ തുടങ്ങാൻ റെഡി ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സമയം എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ടൈം കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ദ മെയിൻ തിങ്, പ്രാക്ടീസ് കൺസിസ്റ്റൻസി ഇൻസ്റ്റെഡ് ഓഫ് പെർഫെക്ഷൻ. മെയിൻ ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു പ്രോബ്ലം അതാണ്. എല്ലാം സെറ്റായിട്ട് തുടങ്ങാം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോ എന്ത് ചെയ്യാ? എല്ലാ ദിവസവും ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പല ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് യുവർ പ്രസൻസ്. ഡെയിലി നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ കാര്യം ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ് പെർഫെക്റ്റ് ടൈം. ഓക്കെ, അപ്പോ സെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് യുവർ ടൈം എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി വാല്യുബിൾ. ദ ലാസ്റ്റ് വൺ, പ്രൊട്ടക്ട് ആൻഡ് പ്യൂരിഫൈ യുവർ ഓറ. ഓറ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യുന്നവർ കേട്ടിട്ടുണ്ടോ അല്ലെ? കേട്ടിട്ടുണ്ടോ? നമ്മളെ മറ്റൊരാളിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഓറ. ഓർ നമുക്ക് പറയാം ഒരു എനർജി ഫീൽഡ്. ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നും. മറ്റു ചിലർ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില ആളുകളുടെ അടുത്ത് നമുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നാറുണ്ട്. ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഒട്ടും സംസാരിക്കാൻ തോന്നാറില്ല, ഈവൻ അവർ റെഡി ആണെങ്കിൽ പോലും അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരാളെ മറ്റൊരാളിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത് ഈ ഒരു എനർജറ്റിക് ഫീൽഡാണ്. അത് നമുക്ക് ഓറ എന്ന് പറയാം. അപ്പൊ എട്ടാമത്തെ ലോ എന്താണ്? പ്രൊട്ടക്ട് ആൻഡ് പ്യൂരിഫൈ യുവർ ഓറ എന്നുള്ളതാണ്. ഓക്കെ, കൃത്യമായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക, ഗാർഡ് ചെയ്യുക. അതായത് എനർജി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്. സോ എത്രമാത്രം നമ്മൾ ആ ഒരു എനർജി ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ, വി ക്യാൻ അട്രാക്ട് മോർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫ്രീക്വൻസി ഒക്കെ പറയുമ്പോൾ പറയാറുണ്ട് അല്ലെ, നമുക്ക് ആഗ്രഹമുള്ള ഒരു സെൽഫ് ഉണ്ടാവും. എല്ലാവരും വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഈ വർഷം. ഇനി വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിൽ ചില ആഗ്രഹങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടാവും. അപ്പം നമുക്ക് ആഗ്രഹമുള്ള നമ്മുടെ ആ വേർഷൻ എന്ന് പറയുന്നത് എപ്പോഴും വളരെ പോസിറ്റീവായ, വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും അധികം ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനെ ഒക്കെ കാണുക. ബട്ട് ഇപ്പൊ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, ആ ഒരു ഡിഫറൻസ് ആണ് പലപ്പോഴും നമ്മുടെ ആ ഒരു സെൽഫിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രീക്വൻസി ബൂസ്റ്റ് ചെയ്യുക. അപ്പോ ആദ്യം നമ്മൾ ഉള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ റെഡി ആകണം, എന്നിട്ടല്ലേ ബൂസ്റ്റ് ചെയ്യൽ അല്ലെ? അപ്പം അതാണ് പറഞ്ഞത്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. എവിടെയൊക്കെ നമുക്ക് എനർജി ലോസ്, ലീക്കിംഗ് ഉണ്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് വി ക്യാൻ സേവ് അവർ എനർജി. അപ്പോൾ എവിടെയാണോ പ്രോപ്പറായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ടത് അവിടെ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ 8 ലോസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി നമ്മളെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓരോ ലോ ഒന്നുകൂടി
ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം പറയാം. ദ ഫസ്റ്റ് ലോ, fuel your morning. Use it, the morning hours, wisely. The second one, observe instead of reacting. Observation എന്ന് പറയുന്നത് it's a power. Okay. And the third one, listen instead of interrupt. Listen carefully because that's also show how powerful you are. The fourth one, stay calm in troubles. Save your energy because energy is very precious. Fifth one, keep your goal always secret until you want it. Okay. The sixth one, don't beg for attention. Attention come naturally. 7, respect your time. And eighth one, protect and purify your aura. That is your identity. If you want to become unstoppable, practice these 8 laws today itself. Okay? And understand this universe always give us endless opportunities. No limits. No restriction. This world is abundant by design. Universe does not block us. Or നമുക്ക് ഒരു ക്രൈറ്റീരിയം വെച്ചിട്ടില്ല, എന്താണ് നമുക്ക് ഇത്രയും എടുക്കാൻ പാടുള്ളൂ, ഇത്രയും നമുക്ക് ഏൺ ചെയ്യാൻ പാടുള്ളൂ. നോ, endless opportunities are awaiting. And God, that divine, do not need to punish you. നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് don't think like that. And life is not against us. നമുക്ക് വിരോധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ടൊന്നും നടക്കുന്നില്ല, എല്ലാം പെർഫെക്റ്റ് ടൈമിൽ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ആക്ച്വലി ഈ എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റി വരാതിരിക്കാൻ കാരണം എന്താണ്? വി ലിമിറ്റ് അവർ സെൽഫ് ത്രൂ അവർ ഫിയർ, ഡൗട്ട്, റെസിസ്റ്റൻസ്, ആൻഡ് വി ഫോർഗെറ്റിംഗ് ഹൂ വി ട്രൂലി ആർ. നമ്മുടെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ മറന്നു പോവാണ്. വെൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ്, എവറിത്തിങ് സ്റ്റാർട്ട് ടു ഷിഫ്റ്റ്. നമ്മുടെ ഹ്യൂമൻ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡ് പവർ എന്താണ്? നമ്മുടെ ഇന്റലിജൻസ്, ദ ഇന്റലിജൻസ് ബിൽറ്റ് ഇൻ ടു യുവർ നെർവിയസ് സിസ്റ്റം. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാണ്? ഒരുപാട് ലിമിറ്റേഷൻസ് കൊണ്ടുവച്ചിരിക്കുകയാണ്. സോ വെൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ്, work on yourself more, invest best for yourself, gain knowledge, master your emotion, and become unstoppable. Okay? And thank you. ഇത്രയും കുറച്ച് ടൈം എക്സ്ട്രാ എടുത്തു തോന്നുന്നു അല്ലേ? ആൻഡ് ഈ ഒരു മോർണിംഗ് അവേഴ്സ് നിങ്ങളോട് വീണ്ടും പുതിയൊരു മാസത്തിൽ സംസാരിക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ യൂണിവേഴ്സ് ആൻഡ് ഓൾ. നമ്മുടെ വിംബലിലെ ഫാക്കൽറ്റീസിനോട്, സച്ന മാമിനോടും ഒക്കെയുള്ള നന്ദി പറയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളോട് ഇത്രയും രാവിലെ ഇവിടെ ആയിരിക്കാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഗ്രേറ്റ് തിങ് അല്ലേ? അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ആൻഡ് ലൈഫിൽ എന്ത് ചെയ്യുക? നമ്മളും അതുപോലെ ഗ്രാബ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് നിറയെ ഉണ്ട്. Don't limit yourself. Okay? Grab it. Okay, alle? Okay. Have a great day. Thank you. Thank you, ma'am. Thank you. Good morning, ma'am. Good morning. വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. Thank you. നല്ലൊരു മോട്ടിവേഷൻ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി സെഷൻ. താങ്ക് യു, മാം. Thank you, sir. താങ്ക് യു സ്റ്റെഫി മാം. Thank അടിപൊളി you. സെഷൻ തന്നെയായിരുന്നു. പിന്നെ ഓരോ പോയിന്റ്സും വാല്യബിൾ തന്നെയായിരുന്നു. പിന്നെ മാമിന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സ്, നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള
കിട്ടുന്നുള്ളതാണ്. എന്തായാലും വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു മാം പറഞ്ഞ പോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്തായാലും. താങ്ക് യു. താങ്ക് യു മാം. Good morning, Steffi ma'am. ഗുഡ് മോർണിംഗ്. വളരെ what to say നല്ല സെഷൻ ആണ്, ബട്ട് ഡിഫിക്കൾട്ട് ടു അഡോപ്റ്റ് ഇൻ ലൈഫ്. ആൻഡ് കുറെ what to say നമുക്ക് പേഷ്യൻസ് ഒക്കെ വേണം, ആൻഡ് ദെൻ ഫോളോ ചെയ്യണം. These are some things which are really difficult. Anyway, your session is motivating to do that and move on in life. And നമ്മൾ അൺസ്റ്റോപ്പബിൾ ആവാനായിട്ടുള്ള മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. യെസ്, വി ഓൾ കേപ്പബിൾ ഫോർ ദാറ്റ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ ഹെക്ടിക് ലൈഫിൽ നമ്മൾ ഇതൊക്കെ വിട്ടുപോയിട്ട് നമ്മൾ നമ്മളുടെ ഈ ഡെയിലി കോഴ്സ് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സംടൈംസ് വി മിസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. മാം അത് റിമൈൻഡ് ചെയ്ത് വി ഹാവ് ടു അഡോപ്റ്റ് ഇറ്റ് എന്നുള്ളത് is a need. Yeah. Because energy is everything, right? It's very precious, പറഞ്ഞതുപോലെ. Yeah. Thank you, ma'am. ഹലോ സ്റ്റെഫി Hello. മാം. സ്റ്റെഫി Hello. മാം, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ എന്തായാലും ഇനിഷ്യൽ പാർട്ട് കുറച്ച് മിസ്സായി. അത് വേറൊരു സെഷനിൽ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എല്ലാ ദിവസവും. അപ്പോൾ കുറച്ച് മിസ്സായി. എന്തായാലും ഒരു 8 പ്രിൻസിപ്പിൾസ് പറഞ്ഞു അല്ലേ, നമ്മുടെ ലൈഫ് വളരെ എനർജറ്റിക് ആയിട്ടും സന്തോഷകരമായിട്ടും പ്രൊഡക്റ്റീവായിട്ടും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് 8 കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. അതിനകത്ത് കുറച്ചൊക്കെ എനിക്ക് കിട്ടി. ഒരു 4 തുടങ്ങി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. എന്തായാലും ഓപ്പർച്യൂണിറ്റി അബണ്ടൻസ് ആയിട്ട് നമുക്കുണ്ട് അപ്പം യൂണിവേഴ്സിൽ. അപ്പം അത് നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് കൊണ്ടുവരാം, നമുക്ക് സക്സസ് ആക്കി വെക്കാം എന്നതിനെ കുറിച്ചിട്ട് മാം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും വളരെ നല്ല സെഷനായിരുന്നു. എന്തായാലും സ്റ്റെഫി മാമിൻ്റെ സെഷൻസ് വളരെ എന്താ പറയുക, ഊർജ്ജസ്വലമായിട്ട് നമുക്കൊക്കെ എനർജി പകർന്നു തരുന്ന ഒരു സെഷനാണ്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? പോയിന്റ്സിന് എല്ലാവർക്കും എല്ലാ പോയിന്റ്സും കളക്ട് ചെയ്യാൻ പറ്റിയില്ലേ? മാം ഏറ്റവും പോയിന്റ്സ് അൻസാർ സാർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് 8 പോയിന്റ്സ്. അതെയോ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നമുക്ക് ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ദിവസവും നമ്മൾ സാധാരണ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നത് അയ്യോ എൻ്റെ മനസ്സിൽ നിറയെ തോട്ട്സ് വരുന്നു എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് ഈ രീതിയിൽ നമ്മളെ മാറ്റാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ, എപ്പോഴാണോ നമ്മുടെ തോട്ട്സിനെ ഭയക്കാതെ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത്, വെദർ ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ തോട്ട്സിനും ചിലപ്പോൾ നമുക്കത് കാണുമ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നാം, പക്ഷേ അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കണ്ടിന്യൂസ്ലി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെസ്സഞ്ചർ. സോ അതിനെ അയ്യോ തോട്ട്സ് വരുന്നു, ഇപ്പൊ എപ്പോഴും ഞാൻ ബിഗിനേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മനസ്സിൽ തോട്ട്സ് വരുന്നുണ്ടോ, കൺഗ്രാറ്റുലേഷൻസ്, കളക്ട് ഇറ്റ്. വന്നോട്ടെ, ഇഷ്ടം പോലെ വരട്ടെ. വന്നാലല്ലേ എന്താ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. വാട്ട് ഈസ് ദ റിയൽ ബ്ലോക്സ്, നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് തടസ്സം നിർത്തുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്നുള്ളത് അതിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ നമ്മൾ സമ്മതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തോട്ട്സ് വരുമ്പോൾ അതിന് പറഞ്ഞോട്ടെ, എന്താണത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ലിസൺ ചെയ്യുക.
അല്ലാതെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് മെഡിറ്റേഷനിൽ മാത്രമല്ല, നമ്മൾ തോട്ട്സിനെ എപ്പോഴാണ് നമ്മൾ കളക്ട് ചെയ്യാൻ തുടങ്ങുക, അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെ പറ്റി വ്യക്തത കിട്ടുക. എന്താണ് യഥാർത്ഥത്തിൽ നമ്മളെ തടസ്സം നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ യൂഷ്വലി നിങ്ങളുടെ മനസ്സിൽ വരെ എങ്ങനെ അല്ലെ, കേൾക്കാൻ രസമാണ്, പക്ഷെ അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് ഇതത്ര ഈസി അല്ല. അപ്പൊ Yes, നിങ്ങൾക്ക് ma'am. സംശയം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാനുള്ള റീസൺ, നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു തോട്ട്സിനെ നമ്മൾ പേടിക്കരുത്. ഇറ്റ്സ് എ മെസ്സഞ്ചർ. അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ഇനി അത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, ആ ഒരു തോട്ട്സ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, യു ക്യാൻ ഡയറക്ട്ലി കം ടു മീ. ഒരുപാട് ആൾക്കാർ അതുമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് തരാൻ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചോദിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ബ്ലോക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഇത്തിരി വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയതിന് താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. താങ്ക് യു ഓൾ. You have a good day. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. ഫീഡ്ബാക്ക് എല്ലാവരും ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. Yes, ma'am.